എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷനാണ്. നമുക്കറിയാം ഫയർ സ്റ്റേഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് പത്രക്കുറിപ്പിലൂടെ കേരള PSC കഴിഞ്ഞ 15-ാം തീയതി വ്യക്തമാക്കിയതായിരുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിട്ടുണ്ട്. 30-ാം തീയതിയാണ് ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എവിടേക്കാ? ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കാണ് ഫയർ സ്റ്റേഷൻ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നോക്കിയേ, കാറ്റഗറി നമ്പർ 47/2026 കാറ്റഗറി നമ്പർ വരുന്നത്. നമുക്കറിയാം 47ാമത്തെ 2026 47ാം നമ്പർ വിജ്ഞാപനമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഫയർ സ്റ്റേഷൻ ഓഫീസർ വന്നിരിക്കുന്നത്. വകുപ്പ് ഏതാ നോക്കി? ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ്. വകുപ്പ് ഏതാണ്? ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് സ്റ്റേഷൻ ഓഫീസർ ട്രെയിനിയാണ് വിളിച്ചിരിക്കുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് സ്റ്റേഷൻ ഓഫീസർ ട്രെയിനിയാണ് വിളിച്ചിരിക്കുന്നത്. ശമ്പളം നോക്കിയേ, 43,400 തുടങ്ങി 91,200 അവസാനിക്കുന്ന ഒരു പേ സ്കെയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നോക്കിയേ, 43,400 to 91,200 എന്ന ആകർഷകത്വമുള്ള ഒരു പേ സ്കെയിലായിരിക്കും എന്തുണ്ടാവുക? സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഉണ്ടാവുക. ഒഴിവുകളുടെ എണ്ണം നമുക്ക് ഒന്നാണ് പറയുന്നത്. എങ്കിലും വേക്കൻസികൾ ഉണ്ടാവും. ഈ പറഞ്ഞ വേക്കൻസി ആയിരിക്കത്തില്ല. ഇതിന്റെ എക്സാം നടന്നു. ഇനി 6 മാസത്തിനുള്ളിൽ ഇതിന്റെ എക്സാം നടന്നു. എക്സാമിന് ശേഷം ഒരു 6 മാസം എടുക്കും വീണ്ടും പരീക്ഷകളും അതിന്റെ പ്രൊസീജിയറും എല്ലാം കഴിഞ്ഞ് റാങ്ക് പട്ടിക വരാൻ. അപ്പൊ തന്നെ 1 വർഷമായി. ശേഷം 1 വർഷം കൂടി റാങ്ക് പട്ടികയ്ക്ക് കാലാവധി ഉണ്ടാവും. എങ്ങനെ പോയാലും ഒരു 2 വർഷത്തെ വേക്കൻസികൾ ഈ ഒരു ലിസ്റ്റിൽ കൂടി ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഒന്നായിരിക്കത്തില്ല വേക്കൻസി എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ നോക്കിയേ, കുറിപ്പ് പറയുന്നുണ്ട്, മേൽപ്പറഞ്ഞ ഒഴിവ് ഇപ്പോൾ നിലവിലുള്ളതാണ്. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാണ്? 1 വർഷമായിരിക്കും. പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ 1 വർഷമായിരിക്കും. കമ്മീഷന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിലേക്ക് ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് എഴുതി അറിയിക്കപ്പെടുന്ന ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കുന്നതാണ്. അപ്പം നിയമനങ്ങൾ ഈ പറഞ്ഞതുപോലെ വേക്കൻസികൾ വരുന്നതനുസരിച്ച് ഈ ലിസ്റ്റിൽ നിന്ന് എന്ത് നടക്കും? നിയമനങ്ങൾ നടക്കുന്നതാണ്. ഓക്കെ, നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, നേരിട്ടുള്ള നിയമനമാണ്. നമുക്കറിയാം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും സ്ത്രീകൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പ്രായപരിധി നോക്കിയേ, 20 to 35 ഉയർന്ന പ്രായപരിധി. ഓക്കെ, അപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ കാറ്റഗറിക്കാർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC വിഭാഗക്കാർക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SSC ST കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഫയർ സ്റ്റേഷൻ ഓഫീസർ പോസ്റ്റ് കേട്ടോ. അപ്പോൾ 35 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ കൃത്യമായിട്ട് നമുക്ക് പറയുന്നുണ്ട്, ജനറൽ കാറ്റഗറിക്കാർക്ക് 2/1/91 2/1/2006 മധ്യ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞതുപോലെ OBC SC ST വിഭാഗക്കാർക്ക് വയസ്സിളവ് വരുമ്പോൾ ഈ ഡേറ്റിൽ മാറ്റം വരുന്നതായിരിക്കും. അത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, വിദ്യാഭ്യാസ യോഗ്യത നോക്ക്. അടുത്ത എന്താണ്? വിദ്യാഭ്യാസ യോഗ്യത. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും സയൻസിലുള്ള ബിരുദമാണ്. രസതന്ത്രം ഐച്ഛിക വിഷയമായി നേടിയ ബിരുദത്തിന് മുൻഗണന ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിലവിൽ നമുക്ക് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും സയൻസിലുള്ള ബിരുദം മതി. കെമിസ്ട്രി ഐച്ഛിക വിഷയമായിട്ടൊക്കെ പഠിച്ച ആളുകൾക്ക് ഒരു മുൻഗണന ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ പരിശോധനകൾ ഉണ്ടായിരിക്കും. അതായത് ശാരീരിക യോഗ്യതകൾ, അതുപോലെ തന്നെ മെഡിക്കൽ ഉണ്ടായിരിക്കും, ഫിസിക്കലും ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിയേ, ശാരീരിക യോഗ്യതകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉയരം എത്ര വേണം? 165 സെന്റിമീറ്റർ വേണം പൊതുവിഭാഗത്തിന്. പട്ടികവർഗ വിഭാഗക്കാർക്ക് 160 വേണം. തൂക്കം 50 കിലോ, കുറഞ്ഞത് 50 കിലോ തൂക്കം വേണം. 48 കിലോഗ്രാം മതി പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗക്കാർക്ക്. നെഞ്ചളവ് 81 സെന്റിമീറ്റർ, 76 സെന്റിമീറ്റർ മതിയാവും പട്ടികവർഗ വിഭാഗക്കാർക്ക്. നെഞ്ച് വികാസം 5 സെന്റിമീറ്റർ വേണം. 2 വിഭാഗക്കാർക്കും 5 സെന്റിമീറ്റർ വേണ്ടതായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ കാഴ്ചശക്തി കൃത്യമായിട്ട് പറയുന്നുണ്ട്. 6/6 വേണം. അതുപോലെ തന്നെ സമീപ കാഴ്ച 0.5 വേണം. ഫീൽഡ് ഓഫ് വിഷൻ പൂർണ്ണമായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വർണ്ണാന്തത, കോങ്കണ്ണ് തുടങ്ങിയ ആളുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല. മെഡിക്കലിന് അൺഫിറ്റ് ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പൂർണ്ണമായ കാഴ്ചശക്തി ഉള്ളവർ മാത്രം എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഫയർ സ്റ്റേഷൻ ഓഫീസർ എന്നുള്ളത്. നിങ്ങൾ എന്തായാലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക. മുന്നോട്ട് പോവുക. മാസ്റ്റർ കെ അക്കാദമി ഏറ്റവും പുതിയ ബാച്ചുകൾ
ഫയർ സ്റ്റേഷൻ ഓഫീസറിൻ്റെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു ഫയർ സ്റ്റേഷൻ ഓഫീസർ ബാച്ചുകളിൽ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ട് എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, ക്ലാസ്സുകൾ, ഡൗട്ട് ക്ലിയറൻസ്, ലൈവ് സെഷൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാസ്റ്റർ കീ അക്കാദമിയുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. മികച്ച പരിശീലനമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, വാഗ്ദാനം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തോടു കൂടി ഈ ഒരു ഫയർ സ്റ്റേഷൻ ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം, പഠനം ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു.